ഈ കാണുന്നതാണ് ചുണ്ടങ്ങ. ചില സ്ഥലങ്ങളിൽ പുത്തരിച്ചണ്ട എന്ന് വിളിക്കുന്ന സസ്യമാണിത്. ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ്. പണ്ട് കാലത്ത് വളരെയധികം കാണപ്പെട്ടിരുന്ന സസ്യമാണ്. ഇപ്പൊ പക്ഷേ വളരെ വിരളമായേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഇത് ഈ കാടിലും നമ്മുടെ വഴിവക്കിലൊക്കെ ഇപ്പോഴും ഇതുണ്ട്. അപ്പം ഇതിൽ സാധാരണ ചുണ്ടകളെ പോലെ തന്നെ നല്ല മുള്ളുള്ള ചുണ്ട തന്നെയാണ് ഇതും. ഇത് പച്ച കായകളാണ് ഈ ചുണ്ടയ്ക്കൊക്കെ ഉള്ളത്. ഇത് സാധാരണ ഈ ചുണ്ടയ്ക്ക പഴുക്കുമ്പോൾ കളർ മാറ്റം ഉണ്ടാകത്തില്ല, പച്ച തന്നെ ആയിരിക്കും. നമ്മുടെ വഴുതനങ്ങ, കത്തിരിക്ക ഇവയുടെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ ചുണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചുണ്ടയ്ക്കയുടെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾ, രോഗപ്രതിരോധ ശേഷി എന്നിവയ്ക്കൊക്കെ വളരെ ഉത്തമമായ ഒരു സസ്യമാണ് ഈ ചുണ്ടങ്ങ. ഇതിന്റെ ഇളം കായ്കളാണ് നമ്മുടെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. ഇളം കായ്കൾ എടുത്തിട്ട് നമുക്ക് തോരൻ വെച്ചോ കൊണ്ടാട്ടം വെച്ചോ കഴിക്കാവുന്നതാണ്. ഇത് തോരൻ വയ്ക്കുമ്പോൾ ഇതിന് ശ്രദ്ധിക്കുന്നത്, ഇതിന്റെ തല്ലി എടുത്ത ശേഷം അരികൾ കുറച്ച് പൂർണ്ണമായിട്ടും കളയണം, അല്ലെങ്കിൽ ഒരു ചവർപ്പുണ്ടാവും. അപ്പോൾ അരികൾ അതിന്റെ വിത്തുകൾ കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത് നമുക്ക് കൊണ്ടാട്ടമോ തോരനോ വെച്ച് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. കൂടാതെ ആട്ടിൻ സൂപ്പിൽ ഇതിന്റെ കായ്കളും ഇലകളും ഇടിച്ചു പിഴിഞ്ഞ് ചേർക്കാറുണ്ട്. ഇങ്ങനെ ചേർക്കുന്നത് നമ്മുടെ കണ്ണിന്റെ എല്ലാവിധ അസുഖങ്ങൾക്കും വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചുണ്ടയ്ക്ക എന്നുള്ളത്. ഇതിന്റെ തടികൾക്ക് നല്ല ആയുസ്സുള്ളതിനാൽ നമുക്ക് ഇതിൽ വഴുതനങ്ങ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വഴുതനങ്ങ നമുക്ക് ഒരുപാട് കാലം അതിന് നമുക്ക് വിളവ് കിട്ടാൻ സഹായമാവുന്ന ഒരു സസ്യമാണിത്. അപ്പോൾ വീണ്ടും വരാം. ഓക്കെ, ബൈ.